ഹായ് ഹലോ ഗായ്സ്, ഇന്നത്തെ വ്ലോഗ് നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ ഇത് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാ വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്, വയനാട് എന്നല്ല. എല്ലാവർക്കും അറിയാമെന്നായിരിക്കും, എൻ്റെ വ്ലോഗ് കാണുന്ന ആൾക്കാർക്ക് അറിയാം. കോഴിക്കോടാണ് എൻ്റെ അമ്മച്ചിൻ്റെ വീടൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങിയത് പുലർച്ചെ ടൈമിനായിരുന്നു. ഒരു 3 മണി 3:30 ഒക്കെ ആയപ്പോഴായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് ഓടാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് നല്ല ഭംഗിയുണ്ട്. ഒരുപാട് നല്ല സ്ഥലങ്ങൾ, നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ രാവിലെ കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറി. അവിടെ കയറിയിട്ട് മസാല ദോശയൊക്കെ ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ്, അതേപോലെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചില ആൾക്കാർക്ക് ഇത് വീഡിയോ കണ്ട് കുറച്ചും കൂടെ എത്തിയപ്പോൾ തന്നെ എവിടെയാണ് സ്ഥലം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ കമൻറ്റ് ഡൗൺ ചെയ്യാം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആലപ്പിയിലാണ് വന്നത്, ഹൗസ് ബോട്ടിലേക്കാണ്. നിങ്ങളിതപ്പോൾ ഇവിടെ ബോട്ടും കാര്യമൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പോകുന്ന ബോട്ടൊന്നും അതല്ല. നമ്മൾ പോകുന്ന ബോട്ട് ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ബോട്ട്. ഞങ്ങൾ രാവിലെ ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ സ്പോട്ടിലെത്തിയിട്ടോ. അങ്ങനെ രാവിലെ തൊട്ട് ഒരു ഈവനിങ് വരെയായിരുന്നു നമ്മളെ ടൈം. നൈറ്റൊന്നും ഇല്ലായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ടില്ലായിട്ട് വന്നതല്ല. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബോട്ടിനുള്ളിലേക്ക് കയറി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുണ്ട്. ഞങ്ങളും കുറേ ആസ്വദിച്ചു. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത്, കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ബാക്കി വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക, ഞാൻ വഴിയെ പറയാം. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയ ടൈമിൽ അപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ജ്യൂസ് കൊണ്ട് തന്നിരുന്നു കേട്ടോ. പക്ഷെ അത് ഓൾറെഡി അവിടെ കൊണ്ട് വെച്ചിരുന്നു. ഞങ്ങളുടെ കസിൻ്റെ ഹസ്ബൻഡ് ഞാൻ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഒരു ടേക്ക് വീഡിയോ എടുത്താണ് കേട്ടോ. സംഭവം നമ്മളൊരു കോമഡി ആക്കിയതാണ്. അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാൻ നിങ്ങളിനി ഓരോരോ റൂമും കാര്യമൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഇത് താഴെയുള്ളൊരു റൂമാണ്. താഴെ റൂമും മുകളിലൊരു റൂമാണ്. ഇത് സൈഡിൽ നിന്നാൽ കാണുന്ന വ്യൂ ആണ്. ഇവിടെ സൈഡിലൊക്കെ ഇതേപോലെ ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് കിച്ചൺ, ഈ സൈഡിൽ ബേസൺ അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ സൈഡിൽ ഒരു ചെറിയൊരു സ്റ്റെയർ വെച്ചിട്ടുണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അതിലിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ജനലുള്ള ഈ കാണുന്നതാണ് മുകളിലുള്ള റൂം. താഴെ റൂം നിങ്ങൾ കണ്ടില്ല. അതേപോലെ മുകളിലുള്ള റൂം ഇതാണ്. അതേപോലെ ബാത്റൂമുണ്ട്. 2 റൂംസിനും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇത് നേരെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ തുറന്ന് ഓപ്പൺ ആയി കിടക്കുന്ന, അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ നല്ല വ്യൂസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഏരിയ. ബട്ട് ഞങ്ങൾ പോയ ആ ടൈം നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പകലൊന്നും അങ്ങനെ നല്ല വെയിലിൻ്റെ ടൈമിലൊന്നും നിന്നിട്ടില്ല. വൈകുന്നേരമൊക്കെ ആയപ്പോഴൊക്കെയാണ് അവിടെ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്തത്. പിന്നെ സ്പീഡ് ബോട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നിട്ട് സ്പീഡ് ബോട്ടിൽ കയറുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ടായിരുന്നു. സ്പീഡ് ബോട്ട് അവൈലബിൾ ആണ് കേട്ടോ. അതിനിടയിൽ ഞങ്ങൾ യൂനോ കാർഡ് കളിച്ചു. അതും നല്ലൊരു ഗെയിമാണ്. ഇതുവരെ കളിച്ചിട്ട് ഉള്ള ആൾക്കാർ കമൻറ്റ് ഡൗൺ ചെയ്യുക, കളിക്കാത്ത ആൾക്കാരും കമൻറ്റ് ഡൗൺ ചെയ്യുക. അങ്ങനെ ഉച്ച ടൈമായി. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മീനായാലും ചിക്കനാണെങ്കിലും കറി, അവിയൽ, സാമ്പാർ, പപ്പടം, കുറേ വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരി, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സാലഡ്, ചോറ്, അച്ചാറ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിനൊക്കെ ശേഷം പിന്നെ അത് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയിട്ട്, ഞങ്ങൾ ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയതുകൊണ്ട് ഞങ്ങൾ കുറേ ടൈം ബോട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്തു.
അങ്ങനെ ഗൈസ് ഈവനിങ് ആയി. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഇതേപോലെ കുറേ ബോട്ടുകൾ ഇങ്ങനെ കരക്കടുപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറേ ബോട്ടുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഈവനിങ് ഒക്കെ ആയപ്പോൾ നല്ലൊരു ജേർണി ആയിരുന്നു. നല്ലൊരു കുറച്ച് ടൈം ബോട്ടിലൊക്കെ സ്പെൻഡ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ബോട്ട് നിർത്തിയിട്ടതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് അങ്ങനെ അതിൽ കയറി. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എറണാകുളമൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചിക്കിങ്ങിൻ്റെ ഷോപ്പ് കയറി. അതേപോലെ ഗൈസ് അവരുടെ ആംബിയൻസ്, ഷോപ്പിൻ്റെ ആംബിയൻസും കാര്യം എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഒരു രസമുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ബ്രോസ്റ്റും അതിൻ്റെ സൈഡ് ഡിഷസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ലൊക്കേഷൻ ഇട്ട് ഞങ്ങൾ റൂമിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. എൻ്റെ ഡാഡിൻ്റെ ഒരു ഫ്രണ്ട് അറേഞ്ച് ചെയ്തിരുന്നു. ഡാഡിൻ്റെ ഫ്രണ്ട് അവിടെ എറണാകുളത്തുള്ളതാണ്. ഞങ്ങളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഇനി ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ചെറിയൊരു ഹോട്ടൽ റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിന്നൊക്കെ ഞങ്ങൾ 2 റൂമായിരുന്നു എടുത്തത്. ഇതേപോലെ തന്നെയാണ് നേരപ്പുറത്തെ റൂമും. അപ്പോൾ രണ്ടും ഒരേപോലെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒന്നും കാണിച്ചാൽ പറ്റില്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് റൂം വന്നിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ബാത്റൂം, നല്ല മിറർ, ബെഡ് കാര്യങ്ങളൊക്കെ അടിപൊളി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ഒക്കെ ആയപ്പോഴുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചത്. രാവിലെ എഴുന്നേറ്റു. ഞങ്ങളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളിനി പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടുത്തെ കുഞ്ഞി വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഗൈസ് മറൈൻ ഡ്രൈവിലെത്തി. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും, ഇവിടുന്ന് ഒരുപാട് ഫിലിം സോങ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. മേനെ പ്യാർ കിയ, അങ്ങനെ ഒരുപാട്. അത് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് എൻ്റെ കസിൻസിനോടൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പാടി കൊടുത്തിരുന്നിട്ട് ഇവിടുന്ന് അതാ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ കണ്ടപ്പോൾ നല്ലൊരു മനസ്സ് തൃപ്തിയായി. പിന്നെ അത് ചേച്ചി ഇതിലിങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെ മാങ്ങയും വത്തക്കൊക്കെ ആയിട്ട് വാങ്ങിയിരുന്നു. അതും ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളൊരു ബോട്ടിൽ കയറി കുറച്ച് ദൂരം അവരിങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്യിക്കും കുറച്ച്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതാണിപ്പോൾ നിങ്ങളെയും കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ച ടൈമൊക്കെ ആയല്ലോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ MG റോഡിന് മെട്രോയിൽ കയറിയിട്ട് എടപ്പള്ളിയിലേക്കാണ് പോകുന്നത്. എടപ്പള്ളി ലുലുവിലേക്കാണ്. അപ്പോൾ മെട്രോയിൽ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നടന്ന് കുറച്ച് ഹോട്ടലൊക്കെ പോയി. ഇത് നമ്മളെ നാട്ടിലെ പോലെയല്ല, നമ്മൾ വേറൊരു നാട്ടിൽ പോകുമ്പോൾ നമുക്കങ്ങനെ അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ ഓട്ടോയിലും മെട്രോയിലും ഒക്കെ ഇങ്ങനെ കയറുമ്പോൾ നല്ലൊരു രസമാണല്ലോ. എനിക്ക് നല്ലൊരു സന്തോഷമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഈ ട്രിപ്പ് കുട്ടികളും ഞങ്ങൾ കസിൻസും വലിയവരൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങൾ കുറച്ച് ലുലുവൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളും ഞങ്ങളുടെ കൂടെ വന്ന ലുലുവൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഗൈസ്, ഈ ലുലുവിൽ എല്ലാ ഏരിയയിലും നല്ല തിരക്കുണ്ട്. ഫുഡ് കോർട്ടിൽ, അതുപോലെ താഴെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കാണ് അവിടെയൊക്കെ. പിന്നെ ഫണ്ടുവരൽ, എൻ്റെ റബ്ബേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഫണ്ടുവരലൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ നീങ്ങുന്നുണ്ടായിരുന്നു. ഓരോ കളിക്കുന്ന സ്ഥലത്തിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ടൊക്കെ
പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ഒരു ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. ഇതന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഉള്ളിൽ തിരക്കുണ്ടെന്ന്. ഇതേ പുറത്ത് തിരക്കും അകത്തും ഉണ്ട് കേട്ടോ. അതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മെട്രോയിൽ തന്നെ വന്ന് അത് കഴിഞ്ഞ് ഓട്ടോയിൽ കയറി ഞങ്ങൾ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ പാർക്കിങ്ങിലായിരുന്നു വണ്ടി പാർക്ക് ചെയ്തത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇനി തിരിക്കുകയാണ്. പിന്നെ അവർ കോഴിക്കോടേക്കും ഞങ്ങൾ വയനാട്ടിലേക്കും പോവാണ്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗുമായിട്ട് വരാം. ബൈ ബൈ ഗായ്സ്, ലവ് യു ഓൾ.